ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു 6 പാനൽ അനാർക്കലി കുർത്തിയാണ്. ലൈനിങ് വെച്ചിട്ടുള്ള ഒരു 6 പാനൽ കുർത്തിയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി എടുത്തിട്ടുള്ളത് ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഷിഫോണിൻ്റെ മെറ്റീരിയൽ 3.5 മീറ്റർ എടുത്തിട്ടുണ്ട്. 3 മീറ്റർ എടുത്താലും മതി. ഞാൻ സ്ലീവ് കുറച്ച് പഫ് സ്ലീവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 3.5 മീറ്റർ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. ലൈനിങ്ങിൻ്റെ തുണി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 മീറ്ററാണ്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2.5 മീറ്റർ എടുക്കുക. ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തതല്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഇതെടുത്തതേ ഉള്ളൂ. ഇത് 2 മീറ്ററേ ഉള്ളൂ. സ്ലീവിന് ലൈനിങ് വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം തുണി എടുക്കേണ്ടി വരും. ഇനി അതിലേക്ക് നെക്കിന് ഒരു യോക്കിൻ്റെ ഭാഗത്ത് ഒരു പാച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ചെയ്ത പാച്ച് വർക്കാണിത്. ഇതിനെ ഇങ്ങനത്തെ ഒരു സെറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു സെറ്റിൽ 3 പീസാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ 3 പീസാണ് ഇതിലുണ്ടായിരുന്നത്. 2 എണ്ണം ഒരേമാതിരി വർക്ക് വരുന്നതാണ്, ഒരേമാതിരി എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ്. അതേമാതിരി ഒന്ന് വേറെ ഡിസൈനിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. പക്ഷേ ഇതിലൊന്ന് യോക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവാണ്. ഇത് രണ്ടും ഒരേ ലെങ്ത്തിലാണുള്ളത്. ഇത് പക്ഷേ കുറച്ച് ലെങ്ത്ത് കുറവായിട്ടാണ്, കുറച്ച് ചെറുതാണ്. ഒന്ന് കുറച്ച് ചെറുതായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടാണുള്ളത്. ഇതിന് 3 ചേർത്ത് എനിക്ക് വന്നിട്ടുള്ളത് ഒരു 120 രൂപ എന്തോ ആണ്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. 3 ചേർത്തിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാനിവിടെ നെക്കിൽ കൊടുക്കുന്നത്. ഇനി ആദ്യം തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നല്ല തുണിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തുണി നമുക്ക് 4ആയിട്ടൊന്ന് മടക്കിയെടുക്കണം. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് 4ആയിട്ട് മടക്കി കൊടുക്കണം. എനിക്കിവിടെ ലെങ്ത്ത് വേണ്ടത് തയ്യൽ തുമ്പ് അടക്കം 47 ഇഞ്ചാണ് ഞാനിവിടെ ലെങ്ത്ത് എടുത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ അതവിടെ തുണി 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഫോൾഡിങ് വരുന്ന സൈഡ് ഈ ഭാഗത്തേക്കാണ്, ഈ ഭാഗം ഓപ്പൺ സൈഡാണ്. 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തേക്കാണ്. ഞാനിത് ഷിഫോണിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഷിഫോണിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഞാനൊന്ന് എല്ലാം ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി എടുക്കുക. ഞാൻ ഇവിടെ ഷോൾഡർ 7 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 3.5 ഇഞ്ച്. ഈ 3.5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ ചേർത്തെടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ 4 ഇഞ്ച്. ആ 4 ഇഞ്ചാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് പാനലിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഷേപ്പ് ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ താഴേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. മുകളിൽ നിന്ന് താഴേക്ക് 17 ഇഞ്ച്. എനിക്കിവിടെ ഷേപ്പ് ലെങ്ത്ത് 14 ഇഞ്ചാണ്. ഷേപ്പ് ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടെ ചേർത്ത് 17 ഇഞ്ച് ഞാനിതാ മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 17 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേമാതിരി മുകളിൽ നമ്മൾ എത്രയാണോ കൊടുത്തത് അതേ അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ 4 ഇഞ്ചാണ് കൊടുത്തത്, അതേ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ മാർക്ക് ചെയ്ത ഈ 2 പോയിൻറ്റും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ചേർത്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ 2 പോയിൻറ്റും ഒന്നിങ്ങനെ ചേർത്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴ്ഭാഗത്ത് തുണീൻ്റെ വീതി എത്രയാണോ അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ തുണീൻ്റെ വീതി വരുന്നത് 22 ഇഞ്ചാണ്. 2ആയിട്ട് മടക്കിയിട്ടിട്ട് വരുന്ന വീതിയാണ് 22 ഇഞ്ച്. അതിൻ്റെ പകുതി 11 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. താഴ്ഭാഗത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ 11 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ട് ഈ 17 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് നമ്മൾ താഴേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതവിടെ ഫസ്റ്റത്തെ പാനൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി എടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ചേർത്തിട്ടാണ് മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്.
അതിനുശേഷം ഇവിടുന്ന് ലെങ്ത്ത് നിങ്ങളുടെ ഷേപ്പ് ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടെ ചേർത്ത് ഞാനിവിടെ 17 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ 2 പോയിൻറ്റ് ഇവിടെയും നമ്മൾ മുകളിൽ എത്രയാണോ കൊടുത്തത് അതേ അളവ് ഇവിടെയും കൊടുക്കുക. അതിനുശേഷം അത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി താഴേക്ക് തുണീൻ്റെ വീതി എത്ര ഉണ്ടോ അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് ഇതൊന്നിങ്ങനെ വരച്ചു കൊടുക്കുക. ഇത് ഫസ്റ്റത്തെ പാനലാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ താഴത്തെ ഭാഗം മുകളിലേക്ക് വരുന്ന മാതിരി ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കണം. ഇങ്ങനെയൊന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത അതേ ഭാഗം തന്നെയാണ് നമ്മളിങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഈ ഭാഗമല്ല വേണ്ടത്, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണ ഇപ്പുറത്തെ സൈഡാണ് നമ്മളിതിനോട് ചേർത്ത് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഈ ഭാഗമാണ് നമുക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വേണം വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ അതങ്ങനെയൊന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ ഞാനിവിടെ 7 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. ആം ഹോളും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളും 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ 4/1 അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് 10 ഇഞ്ചാണ്. ചെസ്റ്റിൻ്റെ അളവ് 40 ഇഞ്ചാണ്. അതിൻ്റെ 4/1 എടുക്കുമ്പോൾ 10 ഇഞ്ച്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 11.5 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 11.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കോർണറിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആം ഹോളൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ആം ഹോൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കിലെ ആം ഹോളാണ്. ഫ്രണ്ടിലെ ആം ഹോൾ വരയ്ക്കുമ്പോൾ അതൊന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്ക് ഒന്ന് ഇറക്കി ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷേപ്പ് ലെങ്ത്ത് 14 ഇഞ്ചാണ്. ഷേപ്പ് ലെങ്ത്ത് ഇവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 14 ഇഞ്ചോടെ മാർക്ക് ചെയ്തു. ഷേപ്പിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. തയ്യൽ തുമ്പടക്കം 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് രണ്ടും ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് തുണിക്ക് എത്രയാണോ വീതി കിട്ടുന്നത് അത് വരയ്ക്ക് ഒന്ന് വരച്ചു കൊടുക്കണം. ഇപ്പോൾ അതായത് താഴെ വരെ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് അവിടെ ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൽ കുത്തി വെച്ചിട്ടുള്ള പിന്നൊക്കെ ഒന്ന് എടുത്തു കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ഈ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഫോൾഡിങ് വന്ന സൈഡാണിത്. ഈ ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇങ്ങനത്തെ 2 പീസാണ് നമുക്ക് കിട്ടുക. അങ്ങനത്തെ 2 പീസാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിത് ഇങ്ങനത്തെ 4 പീസുമാണ് കിട്ടുന്നത്. ഇങ്ങനത്തെ സൈഡിൽ വെക്കാനുള്ള 4 പീസും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്ന് 2 പീസ് നമുക്ക് മാറ്റി കൊടുക്കാം. 2 പീസ് മാറ്റി കൊടുക്കുന്നുണ്ട് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കണം.
ആം ഹോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതാ ഈ 3 പീസും ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ സൈഡിലെ പീസ് രണ്ടിൻ്റെയും സൈഡ് ഭാഗത്ത് വെച്ചിട്ട് ഈ സൈഡിൽ ഇതൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇതിങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ അതാ 3 പീസും ചേർത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ പാർട്ടും ബാക്കിലെ പാർട്ടും അതേമാതിരി തന്നെ ബാക്കിലെ പാർട്ടും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ബാക്കിലെ പാർട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളിതാ ഫ്രണ്ടിൽ കറക്റ്റായിട്ട് ഈ പാച്ച് നമുക്ക് കറക്റ്റാണ് ഈ യോക്കിലൊന്ന് കറക്റ്റായി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് ആദ്യം തന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ടൊന്നുകൂടെ ചെറിയൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ ഒരു നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ സെൻറ്ററും നമുക്ക് സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലും നമ്മളിതങ്ങനെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നമുക്കിത് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ അത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ചെറിയ ചുളിവുകൾ ഉണ്ടാവും. നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ ആ ചുളിവ് അങ്ങോട്ട് പൊയ്ക്കോളും. അപ്പോൾ നമ്മളിതങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് ഇങ്ങനെയൊന്നും വെച്ച് കൊടുത്തിട്ട് ഇതൊന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്കിത് ഈ ഭാഗം കറക്റ്റായിട്ട് ഇതൊന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഇതൊന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. കറക്റ്റ് അതിൻ്റെ ബോർഡർ കൂടെ വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ താഴ്ഭാഗവും ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്ത് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ അതാ ഇത് നെക്കിൽ വെച്ചിട്ട് 3 സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഞാനിതവിടെ നെക്ക് കറക്റ്റായിട്ട് നെക്കിൻ്റെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ മാർക്കിംഗ് നെക്കിൻ്റെ കറക്റ്റ് മാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നെക്ക് കറക്റ്റായിട്ടൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ 3 പീസും ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ജോയിൻ ചെയ്യുമ്പോൾ ചെറിയ ലെങ്ത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഈ ജോയിൻ ചെയ്ത ഈ ഭാഗത്ത് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ലെങ്ത്ത് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേമാതിരി തന്നെ ബാക്കിലെ പീസും ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ലൈനിങ് ഇവിടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ലൈനിങ് 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. 2 മീറ്റർ എടുക്കുമ്പോൾ നമുക്ക് ലെങ്ത്ത് വൈസിൽ മടക്കിയിടുമ്പം ഇതിൻ്റെ ലെങ്ത്ത് 39 ഇഞ്ചേ നമുക്ക് കിട്ടുള്ളൂ. ഞാനിവിടെ വിഡ്ത്ത് വൈസാണ് ഇത് മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 42 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് കിട്ടുന്നത്. നമ്മൾ ടോപ്പിന് ലെങ്ത്ത് എടുത്ത് കൊടുത്തത് തയ്യൽ തുമ്പ് അടക്കം 47 ഇഞ്ചാണ്. അപ്പോൾ ലെങ്ത്ത് ഇതിലും കൂടുതൽ വേണമെന്നുള്ളവർ നിങ്ങൾക്ക് 2 മീറ്റർ തുണി എടുത്താൽ മതിയാവില്ല, 2.5 മീറ്റർ തുണി എടുക്കേണ്ടി വരും. അപ്പോൾ അതാ കറക്റ്റായിട്ട് ഞാനിതിവിടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ല തുണി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നല്ല തുണീൻ്റെ നല്ല വശത്താണ് ഞാനിവിടെ ലൈനിങ് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലൈനിങ് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ അതൊന്നിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തന്നെ ഇപ്പുറത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ അതപ്പുറത്തേക്കൊന്ന് തിരിച്ചിട്ടിട്ട് കറക്റ്റ് നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്ത് ഈ സ്റ്റിച്ചിങ്ങിൽ കൂടെ തന്നെ നമുക്കൊന്നും കൂടെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ സ്റ്റിച്ച് ചെയ്ത് അതിൽ കൂടെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. കറക്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് അതേ സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ ലൈനിങ് താഴെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ ചുറ്റും ചെറിയ കട്ടുകൾ കൊടുക്കുക. നമ്മളിപ്പുറത്തേക്ക് തിരിച്ചിടുമ്പം ചുളിവ് വരാതിരിക്കാനാണ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ലൈനിങ് തുണീനെ ചീത്ത വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് തിരിച്ചു വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതാ ലൈനിങ് അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നെക്കൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ലൈനിങ്ങും നല്ല തുണി ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യില്ല, നമ്മൾ ഈ വേസ്റ്റിൻ്റെ ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെക്കിൻ്റെ അളവൊന്ന് നോക്കണം. നെക്കിൻ്റെ അകലം നമുക്കിവിടെ വന്നിട്ടുള്ളത് 6 ഇഞ്ചാണ്. കറക്റ്റ് 6 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അകലം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിൽ ഇനി നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ബാക്ക് പാർട്ടിൽ ഞാൻ ഇവിടെ നല്ല തുണിയിലല്ല ലൈനിങ് തുണിയിലാണ് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കവിടെ ഫ്രണ്ടിൽ നെക്ക് പാർട്ടിൻ്റെ അകലം വന്നിട്ടുണ്ടായിരുന്നത് 6 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 3 ഇഞ്ച്. ഇവിടെ നമ്മൾ 3 ഇഞ്ച് എടുത്തു കൊടുക്കണ്ട, നമ്മളിവിടെ 2.25 എടുത്തു കൊടുക്കുന്നത്. 2.25 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് 4 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴേക്കൊരു 4 ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നെക്കൊന്ന് ഇതിങ്ങനെ ബോക്സ് മാതിരി വരച്ചു കൊടുത്തിട്ട് നെക്കൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ നെക്കൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ നല്ല തുണി ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ലൈനിങ് തുണി വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ലൈനിങ് തുണി ഇങ്ങനെ വെച്ചിട്ട് നല്ല വശത്താണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെയൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല തുണീൻ്റെ മുകളിൽ ലൈനിങ് തുണി വെച്ചിട്ട് ആ നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല തുണീൻ്റെ നല്ല വശത്താണ് ലൈനിങ് തുണി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നെക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ശേഷം അതിൻ്റെ ചുറ്റും ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. തയ്യലിൽ പെടാതെ ഇങ്ങനെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലൈനിങ് തുണി അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി ഇതിൻ്റെ നല്ല വശത്ത് വരുന്ന മാതിരി ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് തുണീൻ്റെ ഉള്ളിലൊന്ന് അങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം. കറക്റ്റ് അതിൻ്റെ ഈ ലൈനിങ് തുണീൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ടിലെ പാർട്ട് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ ഒന്നിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം. 2 ഷോൾഡറും ഇതങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് 2 ഷോൾഡറും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഷോൾഡർ ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ലൈനിങ് തുണീനെ അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഷോൾഡർ കറക്റ്റായിട്ട് നമുക്കിത് അവിടെ ഇങ്ങനെ ജോയിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്ന് ലൈനിങ് തുണീനെ കറക്റ്റ് ഉള്ളിലേക്ക് വെച്ചിട്ട് ബാക്കിലെ നെക്ക് കറക്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഇപ്പോൾ അത് ബാക്കിൽ നെക്കും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ലൈനിങ്ങും നല്ല തുണിയും ചേർത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ലൈനിങ്ങും നല്ല തുണിയും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വേസ്റ്റ് ലൈൻ വരയ്ക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുണി ഞാനിവിടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു പഫ് സ്ലീവാണ് ചെയ്യുന്നത്. അത് ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 13 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 13 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇത് ഇവിടെ പഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. മുകൾ ഭാഗത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി താഴെയും 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഭാഗം ഇങ്ങനെ ഒന്നൊരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ലൈൻ വരച്ചതിൻ്റെ ഇപ്പുറത്തേക്കാണ് നമ്മൾ നോർമൽ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ലീവിൻ്റെ വിഡ്ത്ത് ഇവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. സ്ലീവിൻ്റെ താഴെ സ്ലീവ് ഓപ്പണിങ്ങിനായിട്ട് 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നിങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഈ ഭാഗത്ത് സ്ലീവ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സ്ലീവ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്ലീവിൽ ലൈനിങ് കൊടുക്കുന്നില്ല, ലൈനിങ് കൊടുക്കാതെയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഭാഗത്ത് ചെറിയൊരു നോട്ട്സ് കൊടുക്കുന്നുണ്ട്. അതേമാതിരി താഴ്ഭാഗത്തും താഴെ ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്ന് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇറക്കി മാർക്ക് ചെയ്യുമ്പോൾ അതാ നമ്മൾ ഈ ഭാഗത്ത് മാത്രമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ലീവ് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഞാനിവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മളൊരു 2 ഇഞ്ച് വീതിയിൽ ഒരു തുണി എടുത്തിട്ടുണ്ട്. അതിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയിൽ ഞാൻ അവിടെ 2 പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ലൈനിങ്ങും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ 2 പീസിൽ മാത്രം ഒന്ന് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതാ സ്ലീവിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളിത് അവിടെ നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നോട്ട്സ് ഇട്ട് കൊടുത്ത് ഇവിടുന്ന് മുതൽ ഇതുവരെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകൾ ഭാഗത്തും ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതേമാതിരി താഴ്ഭാഗത്ത് പ്ലീറ്റ്സ് ഇടുമ്പം നിങ്ങൾക്ക് ഇവിടെ ഇട്ട അതേ ഡയറക്ഷനിൽ തന്നെ താഴെ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഇവിടെ ഇട്ട് കൊടുത്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇട്ട് കൊടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഇട്ട് പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് സെയിം ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെയൊന്ന് പ്ലീറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അതിലിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തും അതേമാതിരി താഴ്ഭാഗത്തും ഇങ്ങനെയൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു. ഇനി താഴ്ഭാഗം നമ്മളിതാ ഇങ്ങനെ ഒരു പീസിൽ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നുകൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ ശേഷം അത് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് ചെറിയ ബോർഡർ വരുന്ന മാതിരി ഇങ്ങനെയൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് സ്ലീവ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ അങ്ങനെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാൻ സ്ലീവ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് അതിനനുസരിച്ചൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേമാതിരി സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ്ങും നല്ല തുണിയും ഫുള്ളായിട്ട് ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത്. അതിൻ്റെ വേസ്റ്റ് ലൈൻ വരയ്ക്കും ലൈനിങ്ങും നല്ല തുണിയും ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വേസ്റ്റിൻ്റെ ഈ ഭാഗം വരയ്ക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈനിങ് തുണി സെപ്പറേറ്റ് ആയിട്ടും നല്ല തുണി സെപ്പറേറ്റ് ആയിട്ടും വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. രണ്ടും രണ്ടാക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ലൈനിങ് തുണി മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നല്ല തുണി മാത്രമായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വേസ്റ്റ് ലൈൻ വരയ്ക്കും ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ ശേഷം താഴേക്ക് നമ്മളിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ലൈനിങ് തുണിയും നല്ല തുണി സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വേസ്റ്റ് ലൈൻ വരയ്ക്കും ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തു. അവിടുന്ന് താഴേക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. താഴെ ഇതേമാതിരി രണ്ടായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ 6 പാനൽ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 6 പാനൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താഴെ നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടും. നല്ല ഫ്ലെയറിൽ തന്നെ നമുക്ക് കുർത്തി കിട്ടും. അതേമാതിരി ഇവിടെ ഇങ്ങനെ ഒരു യോക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതൊരു റെഡിമെയ്ഡ് കുർത്തി മാതിരി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.